വെൽക്കം ബാക്ക് ടു ഡേ ഇംഗ്ലീഷ്. ഡേ ഇംഗ്ലീഷിലൂടെ ഇന്ന് നമുക്ക് ക്യാൻ ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. കഴിയുക, സാധിക്കുക എന്നീ ആശയങ്ങളാണ് ക്യാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് നീന്താൻ കഴിയും, ഐ ക്യാൻ സ്വിം. എനിക്ക് പഠിക്കാൻ കഴിയും, ഐ ക്യാൻ സ്റ്റഡി. എനിക്ക് ഓടാൻ കഴിയും, ഐ ക്യാൻ റൺ. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കഴിവിനെയും കഴിവുകേടിനെയും സൂചിപ്പിക്കാനാണ് ക്യാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ച് സെന്റൻസുകളിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനു മുമ്പായി വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ഓർ കമന്റ് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ മറക്കരുതേ. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. എനിക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയും, എനിക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. എനിക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയില്ല, എനിക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയില്ല. ഐ കാൺട്ട് കംപ്ലീറ്റ് ദാറ്റ് വർക്ക്, ഐ കാൺട്ട് കംപ്ലീറ്റ് ദാറ്റ് വർക്ക്, ഐ കാൺട്ട് കംപ്ലീറ്റ് ദാറ്റ് വർക്ക്. ക്യാന്റെ കൂടെ നോട്ട് ചേർത്തപ്പോൾ cannot എന്നായി. അതിന്റെ ചുരുക്കത്തില് can't എന്ന് നമ്മൾ പറഞ്ഞു. നിനക്ക് ആ ജോലി ചെയ്യാൻ കഴിയില്ലേ? Can't you do that work? Can't you do that work? Can't you do that work? നിനക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമോ? Can you do that work? Can you do that work? Can you do that work? നിനക്ക് ആ ജോലി എപ്പോൾ ചെയ്യാൻ കഴിയും? When can you do that work? When can you do that work? When can you do that work? അവൾക്ക് എളുപ്പത്തിൽ പരീക്ഷ പാസ്സാകാൻ കഴിയും. She can pass the exam easily. She can pass the exam easily. She can pass the exam easily. നിനക്ക് നീന്താൻ കഴിയുമോ? Can you swim? Can you swim? എനിക്ക് നിന്റെ പ്രശ്നം മനസ്സിലാക്കാൻ കഴിയും, എനിക്ക് നിന്റെ പ്രശ്നം മനസ്സിലാക്കാൻ കഴിയും. I can understand your problem. I can understand your problem. I can understand your problem. എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. I can't do anything in this matter. I can't do anything in this matter. I can't do anything in this matter. എനിക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. I can't control them. I can't control them. നിനക്ക് അവിടെ തനിച്ചു പോകാൻ കഴിയുമോ? Can you go there alone? Can you go there alone? Can you go there alone? അങ്ങനെയുണ്ട്, ഈസി അല്ലേ? അതുപോലെ തന്നെ അനുവാദം ചോദിക്കുവാനും അനുവാദം കൊടുക്കുവാനും എന്തെങ്കിലും ഓഫർ ചെയ്യുവാനൊക്കെ ക്യാൻ ഉപയോഗിക്കാം. ഈ സാഹചര്യത്തിൽ ക്യാന് പകരം മേയും ഉപയോഗിക്കാം. മേ ഉപയോഗിച്ച് പറഞ്ഞു പഠിക്കുക. ഞാൻ നിന്റെ ഫോണൊന്ന് ഉപയോഗിക്കട്ടെ? Can I use your phone please? Can I use your phone please? നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. You can go. You can go. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. You can go. നിന്റെ പുസ്തകങ്ങൾ ഞാൻ എടുക്കണോ? Can I carry your books? Can I carry your books? Can I carry your books? ഞാൻ നിങ്ങളെ സഹായിക്കണോ? Can I help you? Can I help you? Can I help you? നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. You can sit here. You can sit here. എനിക്ക് മിസ്റ്റർ മഹേഷിനോട് സംസാരിക്കാമോ? Can I speak to Mr. Mahesh? Can I speak to Mr. Mahesh? എനിക്ക് അത് നാളെ കിട്ടുമോ? Can I get it tomorrow? Can I get it tomorrow? Can I get it tomorrow? എനിക്ക് കുറച്ച് വെള്ളം തരാമോ? Can I have some water? Can I have some water? അതുപോലെ സാധ്യത പ്രകടിപ്പിക്കാൻ നമ്മൾ സാധാരണ ക്യാൻ ഉപയോഗിക്കാറുണ്ട്. അതും കൂടെ കൂട്ടി നമുക്കൊരു സെന്റൻസ് യൂസ് ചെയ്യാം. അവൻ വീട്ടിൽ കണ്ടേക്കും, അവൻ വീട്ടിൽ കണ്ടേക്കും, അവൻ വീട്ടിൽ ഉണ്ടായേക്കും. സാധ്യത ആയതുകൊണ്ട് ഉറപ്പില്ല, അവൻ വീട്ടിൽ ഉണ്ടായേക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെ പറയാം? He can be at home. He can be at home. He can be at home. അതുപോലെ തന്നെ മര്യാദയോടുകൂടെ അപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ ക്യാൻ യു പ്ലീസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ മര്യാദ കാണിക്കുവാൻ വേണ്ടി കുഡ് യു പ്ലീസ് അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നെ ഒന്ന് സഹായിക്കാമോ? ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? എന്റെ വസ്ത്രങ്ങൾ അലക്കാമോ? ക്യാൻ യു പ്ലീസ് വാഷ് മൈ ക്ലോത്ത്സ്? ക്യാൻ യു പ്ലീസ് വാഷ് മൈ ക്ലോത്ത്സ്? അതൊന്ന് കടം തരാമോ? ക്യാൻ യു പ്ലീസ് ലെൻഡ് ഇറ്റ്?
വീഡിയോയിലൂടെ ക്യാൻ ഉപയോഗിച്ചുള്ളതായ കുറേ സെന്റൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു. ക്യാനിന്റെ ഉപയോഗം, അവയുടെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെന്റൻസുകൾ സ്വന്തമായിട്ടുണ്ടാക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. മേ ഗോഡ് ബ്ലെസ് യു.